ക്രിസ്മസിന് തൊട്ടു മുൻപ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ സാധ്യമാകുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. രണ്ടാഴ്ചയ്ക്കുള്ളിൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും ഇസ്രായേൽ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു. രണ്ടാഴ്ചയ്ക്കുള്ളിൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിശദാംശങ്ങളും അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റിനോട് താൻ സംസാരിച്ചിട്ടുണ്ടെന്നും എന്നാൽ മാധ്യമങ്ങളോട് കരാറിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ലെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. അതേസമയം ഹമാസിൻ്റെ നിരുത്തരവാദപരമായ സമീപനമാണ് കരാർ വൈകുന്നതിൻ്റെ കാരണം. പല ഘട്ടങ്ങളിൽ പല നിലപാടുകളിൽ നിന്ന് ഹമാസ് പിന്നോട്ട് പോവുകയാണ്. ബന്ദികൾ പൂർണ്ണമായും മോചിപ്പിക്കപ്പെട്ട ശേഷം മാത്രമേ കരാർ അന്തിമമായി പ്രാബല്യത്തിൽ വരികയുള്ളൂ. ആ നിലപാടിൽ നിന്ന് ഇഞ്ചോടിഞ്ച് വ്യതിചലിക്കാനുള്ള ഒരു താല്പര്യവും ഇസ്രായേൽ എന്ന രാജ്യത്തിനില്ല. ഇസ്രായേലിൻ്റെ കണക്കുകൾ പ്രകാരം 97 ബന്ദികളാണ് ഇനി ഹമാസിൻ്റെ പക്കൽ ഉണ്ടാകേണ്ടത്. അതിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്നത് സംബന്ധിച്ച് ആർക്കും തന്നെ ഒരു നിശ്ചയവുമില്ല. എങ്കിലും 40ഓളം ആളുകൾ ഇപ്പോഴും ജീവനോടെ ഹമാസിൻ്റെ പക്കൽ ഉണ്ടാകുമെന്നാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കണക്കുകൂട്ടൽ. ഈ കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കണമെന്ന ആവശ്യത്തിൽ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടം ഉറച്ചു നിൽക്കുന്നത്. അതേസമയം ഹമാസിന് കൃത്യമായ അന്ത്യശാസനം അമേരിക്ക നൽകിയിരുന്നു. ട്രംപ് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കൃത്യമായ മുന്നറിയിപ്പും നൽകിയിരുന്നു. ജനുവരി മാസം 20-ന് താൻ അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേൽക്കുന്നതിന് മുൻപ് മുഴുവൻ ബന്ദികളും മോചിപ്പിക്കപ്പെട്ടിരിക്കണം. മുഴുവൻ ബന്ദികളെയും അതുവരെ മോചിപ്പിച്ചില്ലെങ്കിൽ പിന്നീട് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാകും ഹമാസിന് നേരിടേണ്ടി വരിക. ഹമാസ് എന്ന ഭീകര സംഘടനയെ പൂർണ്ണമായും ഈ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യും. ഗാസയിൽ പിന്നീട് അമേരിക്കയുടെ ഏറ്റവും ക്രൂരമായ ആക്രമണമായിരിക്കും ഉണ്ടാവുക. ഇത് കൃത്യമായി അമേരിക്ക ഹമാസിനെ അറിയിച്ചിട്ടുണ്ട്. ഈജിപ്തും ഖത്തറും അടങ്ങുന്ന ഇടനിലക്കാർ, മധ്യസ്ഥ ചർച്ചക്കാർ ഈ വിഷയം ഹമാസിനെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അതേസമയം ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കില്ല എന്ന നിലപാടിൽ കടുംപിടുത്തത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഹമാസും. ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിച്ചാൽ തങ്ങളുടെ സമ്മർദ്ദ ശക്തി അവസാനിക്കുമെന്നും പിന്നീട് ബാർഗെയിൻ പവർ ഉണ്ടാകില്ല എന്നും ഹമാസ് ഭയക്കുന്നു. ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിച്ച് അവർ ഇസ്രായേലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇസ്രായേലി സേനയുടെ കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ, ആ നിമിഷം ഹമാസിൻ്റെ സമ്പൂർണ്ണ നാശവും വിനാശവുമായിരിക്കും ഉണ്ടാവുക. പിന്നീട് ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് ഒരു പരിധി ഉണ്ടാകില്ല. കണ്ണിൽ കണ്ടതിനെയെല്ലാം ആക്രമിച്ച് കത്തിച്ച് ചാരമാക്കുന്ന നടപടിയായിരിക്കും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നിലവിൽ ഇപ്പോൾ ബന്ദികൾ ഹമാസിൻ്റെ പക്കൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് അത്രത്തോളം മാരകമായ ആക്രമണം ഹമാസിനെതിരെ ഇസ്രായേൽ നടത്താത്തതെന്നാണ് ഒരു വിഭാഗം ഹമാസ് വിശ്വസിക്കുന്നത്. എന്തായാലും ഹമാസിൻ്റെ പക്കൽ എത്ര ബന്ദികൾ ജീവനോടെ ഉണ്ട് എന്ന ചർച്ചകളാണ് ഇപ്പോൾ പ്രധാനമായും ലോകത്തുയരുന്നത്. ബന്ദികൾ തങ്ങളുടെ പക്കലില്ല എന്ന് ചില ഘട്ടങ്ങളിൽ ചില ഹമാസിൻ്റെ കമാൻഡർമാർ പറയുന്നുണ്ട്. യഹിയ സിൻവാറിന് മാത്രമായിരുന്നു ബന്ദികളുടെ കൃത്യമായ ഒളിയിടങ്ങളെ സംബന്ധിച്ച് അറിവുണ്ടായിരുന്നത്. യഹിയ സിൻവാറിനെ IDF കൊലപ്പെടുത്തിയതിന് പിന്നാലെ ബന്ദികളെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം പൂർണ്ണമായും നഷ്ടപ്പെട്ടുവെന്നും ബന്ദിമോചനം സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി ഇതാണെന്നും ഹമാസിൻ്റെ ചില പ്രാദേശിക നേതാക്കന്മാർ വ്യക്തമാക്കുന്നുണ്ട്. ബന്ദികളെ മറ്റേതെങ്കിലും ഭീകര സംഘടനയ്ക്ക് ഹമാസ് കൈമാറിയോ, അതോ ഖാൻ യൂനിസിലും ജബാലിയയിലും ബെയ്ത്ത് ലഹിയിലുമൊക്കെയുള്ള ബങ്കറുകളിൽ ഇപ്പോഴും ബന്ദികൾ ജീവനോടെ ഉണ്ടോ? ബന്ദികളെ അതോ പൂർണ്ണമായും ഹമാസിൻ്റെ ഭീകരന്മാർ കൊലപ്പെടുത്തിയോ? ഇത് സംബന്ധിച്ച പല അഭിപ്രായങ്ങളും പല നിഗമനങ്ങളും ഉയരുന്നുണ്ടെങ്കിൽ തന്നെയും ഇത് സംബന്ധിച്ച് ഏറ്റവും ആധികാരികമായി മറുപടി പറയാൻ കഴിയുക ഹമാസിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ്. നിലവിൽ തുർക്കിയിലുള്ള ഹമാസിൻ്റെ നേതൃത്വം എങ്ങനെയും ഒരു വെടിനിർത്തൽ സാധ്യമാക്കാനുള്ള പരിശ്രമത്തിലാണ്. പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത് വെടിനിർത്തൽ കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത് ബാക്കിയുള്ള മുഴുവൻ ബന്ദികളുടെയും മോചനമാണ്. ആ ബന്ദികളുടെ മോചനം സാധ്യമായാൽ ഈ യുദ്ധത്തിൽ നിന്ന് താൽക്കാലികമായി ഞങ്ങൾ പിന്മാറാം. ഹിസ്ബുള്ളയുമായി നിലവിൽ വെടിനിർത്തൽ സാധ്യമാക്കിയതുപോലെ ഹമാസുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാം. അതേസമയം ക്രിസ്മസിന് മുന്നേ ഗാസയിലെ ഹമാസിൻ്റെ അന്ത്യം ഉറപ്പിക്കുന്നതിനുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലും ഗാസയിലെ ഹമാസിൻ്റെ ഉന്മൂലനം പ്രധാന ചർച്ചാ വിഷയമായി എന്നുള്ള വിവരങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. നേരത്തെ ബെഞ്ചമിൻ നെതന്യാഹുവിന് ട്രംപിൻ്റെ ചില നിർദ്ദേശങ്ങളുണ്ടായി എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു.
ജനുവരി 20-ന് താൻ വൈറ്റ് ഹൗസിൽ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് മുൻപ് ഗാസയിലെ ഹമാസിന്റെ സാന്നിധ്യം അവസാനിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള വമ്പൻ ആക്രമണങ്ങൾ ഗാസ മേഖലയിലേക്ക് നടത്താനുള്ള നിർദ്ദേശം ഇസ്രായേലിന് അമേരിക്ക നൽകിയിരിക്കുന്നു. അമേരിക്കയുടെ കൃത്യമായ മുന്നറിയിപ്പ് ഇസ്രായേലിന് ലഭിച്ചിരിക്കുന്നു. ഗാസയിൽ ഇനി ഹമാസിന്റെ പൊടി പോലും അവശേഷിക്കരുത്. ഗാസയിലെ ഹമാസിനെ തീർക്കാൻ ഇനി ഇസ്രായേലിന് 10 ദിവസം മാത്രം. അമേരിക്ക ഇസ്രായേലിന് 10 ദിവസത്തെ സമയം നൽകിയിരിക്കുന്നു, ഡെഡ് ലൈൻ നൽകിയിരിക്കുന്നു. ഇസ്രായേലിന് മുന്നിൽ ഹമാസിന്റെ അന്ത്യകൂദാശയ്ക്ക് ഇനി 10 ദിവസത്തെ സമയം മാത്രം. ഗാസയിലും വെസ്റ്റ് ബാങ്കിലും അടക്കം ഹമാസിൻ്റെയും ഹമാസിനോട് ചേർന്നുള്ള ഭീകര സംഘടനകൾക്കുമെതിരെ ഇസ്രായേലിന്റെ അതിമാരകമായ ആക്രമണങ്ങൾ നടക്കുകയാണ്. ബന്ദിമോചനത്തിന് മുൻപ് തന്നെ ഹമാസിന്റെ സമ്പൂർണമായ വിനാശമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. ബന്ദികളെ സ്വമേധയാ ഹമാസ് വിട്ടുകൊടുക്കില്ല എന്ന് ഇസ്രായേലിനും കൃത്യമായി അറിയാം. മാത്രവുമല്ല, ബന്ദികൾ ഹമാസിന്റെ പക്കലുണ്ട് എന്ന് കരുതുമ്പോഴും എത്ര പേർ ജീവനോടെ ഉണ്ട് എന്ന കാര്യത്തിൽ വലിയ സംശയം ഇസ്രായേലിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബന്ദിമോചനം സംബന്ധിച്ച വലിയ മുറവിളികൾ ഉയരുമ്പോഴും അക്കാര്യത്തിൽ ഇസ്രായേൽ വലുതായി ചെവി കൊടുക്കാത്തത്. കാരണം ഇനി 30-ൽ താഴെ ആളുകൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ പരമാവധി 40-ൽ താഴെ ആളുകൾ മാത്രമായിരിക്കും ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയെങ്കിലും പോലുമുള്ളത്. അതുപോലും വിശ്വസിക്കാൻ കഴിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഹമാസിനെതിരെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് പണ്ടൊരിക്കൽ സംഭവിച്ചതുപോലെയുള്ള അബദ്ധം ഇനി ഉണ്ടാകില്ല എന്ന് ഇസ്രായേൽ പ്രതിജ്ഞ ചെയ്യുകയാണ്. അതേസമയം ഹമാസിനെ തീർക്കാനുള്ള സമയപരിധി ഇസ്രായേലിന് നൽകി അമേരിക്ക. ഇനിയും കാത്തിരിക്കരുത്, എത്രയും വേഗം നിങ്ങൾ ആക്രമണം നടത്തൂ. ക്രിസ്മസിന് മുൻപ് വെടിനിർത്തൽ യാഥാർത്ഥ്യമാകണം. ക്രിസ്മസിന് മുൻപ് ബന്ദിമോചനം സാധ്യമാകണം. ജനുവരി 20 വരെ കാത്തു നിൽക്കാൻ സമയമില്ല. ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണത്തിന് ഇനി 10 ദിവസത്തെ സമയം അനുവദിക്കുന്നു ഇസ്രായേലിന് അമേരിക്ക എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്.